ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ദിസ് മീ ക്രിസ്റ്റി. ഇതെൻ്റെ സെക്കൻഡ് വ്ളോഗാണ്. എൻ്റെ ഫസ്റ്റ് വ്ളോഗിന് നിങ്ങൾക്ക് തന്ന സപ്പോർട്ടിന് നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യുക. ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടതോ കറക്റ്റ് ചെയ്യേണ്ടതോ ആയ ഏതെങ്കിലും പോർഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ നിങ്ങളുടെ സജഷൻസും കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് വിശന്ന് കുടല് കത്തി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നത്. അപ്പം ഡ്യൂട്ടിക്ക് പോയപ്പോൾ രാവിലെ ഞാൻ ചപ്പാത്തി കൊണ്ടുപോയായിരുന്നു. പക്ഷേ ഡ്യൂട്ടിയുടെ ഇതിൽ അതൊന്നും എവിടെയും ആയില്ല. അപ്പോൾ വിശന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തില്ല എനിക്കിവിടെ വീട്ടിൽ അരിയില്ല എന്നുള്ളത്. ഞാൻ ഇന്നലെ അരിയില്ലയെന്ന് ഞാൻ കണ്ടതാണ്, അരി തീർന്നത് ഞാൻ കണ്ടതാണ്. പക്ഷേ ഞാനെന്ത് വിചാരിച്ചു, അരി തീർന്നത് ഞാൻ കണ്ടതാണ്. അപ്പം ഞാൻ ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ അരി മേടിച്ചിട്ടൊക്കെ വരാമെന്ന് കരുതി. ഉച്ചവരെ ഡ്യൂട്ടി ഉള്ളൂ, അതുകൊണ്ട് അരിയൊക്കെ മേടിച്ചിട്ട് വരാമെന്ന് കരുതിയതാണ്. പക്ഷേ എന്താ, വിശന്ന ഇതിൽ ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് നേരെ റൂമിലോട്ട് വന്നു. റൂമിൽ വന്നപ്പോഴോർത്തത് അരിയില്ല എന്നുള്ളത്. എന്ത് ചെയ്യാനാ, അരിയില്ല, അരി മേടിക്കണം. കാര്യങ്ങളൊക്കെ 3-4 ദിവസം മുന്നേ മേടിച്ചു. എനിക്ക് ഓഫുള്ളന്ന് 3 ദിവസം മുന്നേ എനിക്ക് ഓഫായിരുന്നു. അപ്പം അന്ന് ഞാൻ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ മേടിച്ചതാണ്. അന്ന് നോക്കിയപ്പോൾ എന്താ, പത്രത്തിൽ അരിയുണ്ട്. അതുകൊണ്ട് ഞാൻ അരി മേടിച്ചില്ല. പക്ഷേ തീർന്നു പോയി. ഇവിടെ വേറെ പ്രത്യേകിച്ച് കുക്കിങ്ങൊന്നുമില്ല, ചോറ് മാത്രമേ ഞാൻ വെക്കാറുള്ളൂ. അപ്പം അത് വെച്ച് അരി തീർന്നു. അരി മേടിക്കണം. കടയിൽ വന്നിരിക്കുകയാണ് ഗൈസ്. ഇതാണ് എൻ്റെ പ്രശ്നം. ഒരു സാധനം മേടിക്കാൻ വന്നാൽ കടയിൽ കാണുന്ന സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചു പോകും. അത് ഇന്നും അതെ അന്നും അതെ എന്നും അങ്ങനെ തന്നെ. ആവശ്യമുള്ള സാധനമൊന്നും ആയിരിക്കില്ല, എല്ലാ സാധനവും ഞാൻ മേടിക്കും. ഓൾവേസ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഗൈസ് എൻ്റെ ചോയ്സ്. എപ്പോൾ വന്നാലും ഈ സാധനം എൻ്റെ കൈകളിലുണ്ടാവും. പിന്നെ ഇവിടെ കിടക്കുന്ന സാധനങ്ങളുണ്ട്, ഈ കടലയൊക്കെ, ഇതൊക്കെ എനിക്ക് വല്ലാതെ അട്രാക്ഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. പക്ഷേ ഇതൊക്കെ ഞാൻ കുറച്ച് നാളായിട്ട് നിർത്തി വെച്ചേക്കും. ഒരരി മേടിക്കാൻ പോയതാണ് ഗൈസ്. നിങ്ങൾക്കുണ്ടോ ഇങ്ങനൊരു ശീലം? ഞാനിപ്പോൾ കടയിൽ ചെന്നാൽ, ഏത് കടയിലായിക്കോട്ടെ എപ്പോഴായിക്കോട്ടെ, എനിക്ക് ഇങ്ങനൊരു ശീലമുണ്ട്. കാണുമ്പോൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ തോന്നും. കടയിലുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ വയ്ക്കാൻ തോന്നും. അത് ഫുഡ്സിനോട് മാത്രമല്ല, ഫുഡ് എന്ന് വെച്ചാൽ വലിയ വലിയ ഐറ്റംസ് ഒന്നുമല്ല, ഇതുപോലെ ചെറിയ സാധനങ്ങൾ. ഈ ഒരു സാധനം കണ്ടോ, സംഭാരം. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, അത്രയ്ക്കും ജീവനാ സംഭാരം എന്ന് പറയുന്ന സാധനം. അതിപ്പം വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി തരുന്നതായാലും അല്ല കടയിൽ നിന്ന് മേടിക്കുന്നതായാലും എനിക്ക് അത്രയും ജീവനായ സാധനം ഇതുണ്ടോ. ഈ സാധനമൊന്നും ഇവിടെ എനിക്ക് ആവശ്യമില്ല. ഇത് ഞാൻ അങ്ങനെ ഉണ്ടാക്കുമെന്നില്ല, വല്ലപ്പോഴും ഉണ്ടാക്കുള്ളൂ. പക്ഷേ കടയിൽ കണ്ടപ്പോൾ എനിക്ക് വാങ്ങിക്കണം. ഇതിപ്പം ഫുഡ് ഐറ്റംസിനോട് മാത്രമല്ല, എല്ലാത്തിനോടും. എന്താ, കമ്മൽ, മാല, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയാലും ഈ ഒരു ശീലം എനിക്കുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, കമ്മൽ, മാല, വള തുടങ്ങിയ സാധനങ്ങൾ എനിക്ക് ഒരുതരം ആർത്തി എന്ന് തന്നെയാണ് പറയാം. ആർത്തിയാണ് എനിക്ക് ആ സാധനങ്ങളോട്. കാരണം കടയിൽ നമ്മളിങ്ങനെ അവർ ഓരോ സ്ഥലത്ത് ഓരോ സാധനങ്ങളെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ലേ, അത് കാണുമ്പോൾ എനിക്കെന്താ, എൻ്റെ റൂമിൽ എനിക്കും അതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കണമെന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എവിടെ പോയാലും കമ്മലോ മാല അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മേടിക്കും. അതും എൻ്റെ കണക്കെന്ന് പറയുന്നത് കുറച്ചെന്നാ. അതിപ്പം എൻ്റെ വീട്ടുകാർ തന്നെ പറയുന്നത് അങ്ങനെ തന്നെ. അവരെവിടെയെങ്കിലും പോകണേ പറയാം, അമ്മേ എനിക്ക് കുറച്ച് മാല വാങ്ങിക്കണേ, കുറച്ച് വള മേടിക്കണേ, കുറച്ച് കമ്മൽ മേടിക്കണേ, അങ്ങനെ പറയില്ല, കുറച്ചെന്ന് പറഞ്ഞ അളവ് പറയുക. കാരണം എനിക്ക് അത്രയും ക്രേസാണ് അവർ കമ്മൽ, മാല എന്ന് പറയുന്ന സാധനങ്ങളോട്. അതുപോലെ ഫുഡ് ഐറ്റംസ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ, ചെറിയ ചെറിയ സംഭാരം, അത് വലിയ കോസ്റ്റ്ലി ഐറ്റംസ് ഒന്നുമല്ലേ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളോട് കുറച്ച് ക്രേസിനെസ് കൂടുതലാണ്. ഇത് ഈ ഓർണമെൻറ്റ്സിൻ്റെ കാര്യം മാത്രമല്ല, എല്ലാ കാര്യവും, കമ്മൽ, മാല ആയിക്കോട്ടെ, ഈവൻ ചെരുപ്പായിക്കോട്ടെ, ഇതുപോലെ വെജിറ്റബിൾസ് സാധനങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതൊക്കെ അടുക്കി ഒതുക്കി വെക്കുക എന്നുള്ളത് എനിക്ക് അത്രയും ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പം കമ്മലും മലയും മേടിക്കുകയാണെങ്കിൽ അത് ഞാൻ ഓരോന്നും അതിൻ്റേതായ സ്ഥാനത്ത് എനിക്ക് എടുത്ത് വെക്കണം. ഇപ്പം ഇന്ന് ഞാൻ മേടിച്ചു, ചിലപ്പോൾ ഇന്ന് തന്നെ ഞാൻ എടുത്ത് വെക്കണമെന്നില്ല, നാളെ മറ്റന്നാളോ 2 ദിവസം കഴിയുമ്പോൾ അത് അതിൻ്റേതായ സ്ഥാനത്ത് എനിക്ക് എടുത്ത് വെക്കണം. അത് ചിലപ്പോൾ ഞാൻ ആ കമ്മലൊന്നും ഉപയോഗിച്ചിട്ട് കൂടി, ഞാൻ ഇപ്പോൾ മേടിച്ച കമ്മലിൽ ഒരു 50 കമ്മലുണ്ടെങ്കിൽ അതിൽ 10 എണ്ണം മാത്രമേ ഉപയോഗിച്ച് കാണത്തുള്ളൂ, ബാക്കി ഞാൻ ഉപയോഗിച്ച് കൂടി കാണത്തില്ല. പക്ഷേ എനിക്കെന്തുവാ, അത് എൻ്റെ കയ്യിൽ വേണം. മേടിച്ച കമ്മലിൻ്റെ ഒക്കെ പലതിൽ കളറ് പോയിട്ടുണ്ട്, പക്ഷെ അത് ഇട്ടിട്ട് കൂടിയില്ല, അത് വെറുതെ ഇങ്ങനെ വെച്ചത് മാത്രമേ ഉള്ളൂ. ഒരു ഇതിൻ്റെ അകത്തെടുത്ത് മാറ്റി ഇങ്ങനെ
മാറ്റി മാറ്റി വെക്കുന്നുള്ളൂ, യൂസ് ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ എനിക്കെന്തുവാ അതൊക്കെ മേടിക്കുക, വെക്കുക, അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളത് വല്ലാത്ത ഇഷ്ടമുള്ള കാര്യമാണ്. അതുപോലെ ഇനി മേടിച്ച പച്ചക്കറി സാധനങ്ങളൊക്കെ അതേപോലെ എടുത്ത് വയ്ക്കുക, അതൊക്കെ ചെയ്ത് അകമൊക്കെ നീറ്റായിട്ട് കാണാൻ എനിക്കിഷ്ടമാണ്. പക്ഷേ 2 ദിവസം മാക്സിമം 2 ദിവസം അതങ്ങനെ നിൽക്കുള്ളൂ. ഞാൻ തനിച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെന്നറിയില്ല, അത് ഏറ്റവും വഷളാവുന്ന വ്യക്തി അങ്ങ് വഷളായി പോകും, അത്രയും വൃത്തികേടായി മാറും. അതായത് ഇപ്പം ഞാൻ ഇന്ന് പച്ചക്കറി മേടിച്ചു, ഇന്ന് ഞാൻ കുക്ക് ചെയ്യുവാണെങ്കിൽ സാധനമൊക്കെ എടുത്തെടുത്ത് മാറ്റി വെക്കുമല്ലോ, അത് ഞാൻ ചിലപ്പം തിരിച്ച് വെക്കാൻ ഞാൻ മറന്നു പോകുന്നതല്ല, ചിലപ്പം ആരോ ഡ്യൂട്ടിയുടെ ടൈമിനൊക്കെ പോകാൻ വേണ്ടിയൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ, അതായത് രാവിലെയൊക്കെ സമയത്താണെങ്കിൽ 4:30ക്കും 5:30ക്കൊക്കെ ഡ്യൂട്ടിക്ക് പോകണം, 5:30ക്കും 6:30ക്കൊക്കെ ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ ആ ഒരു സമയം കണക്കാക്കി എഴുന്നേറ്റായിരിക്കും കുക്ക് ചെയ്യുന്നുണ്ടാവുന്നത്. അതിനെന്താ, അപ്പം ആ സമയത്ത് ചിലപ്പോൾ തിരിച്ച് വയ്ക്കാൻ പറ്റിയെന്നോ മറന്നെന്നോ പോയെന്ന് വരെ ചിലപ്പോൾ എടുത്ത് വയ്ക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. അത് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അതെന്ത് ചെയ്യും, അതവിടെ തന്നെ കിടക്കും, പിറ്റേ ദിവസം എടുത്ത് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് അലങ്കോലമായി കിടന്നാലും അത് പിന്നെയും ഒന്നേന്നെ ക്ലീൻ ചെയ്ത് വെക്കാൻ പിന്നെയും എനിക്കിഷ്ടമാണ്. അത് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തോ വലിയ കാര്യം ചെയ്ത പോലെ വല്ലാത്തൊരു സന്തോഷമാണ് എനിക്ക് അതൊക്കെ ചെയ്യുന്നുള്ളൂ. അത് എനിക്ക് ഒന്നേന്ന് എടുത്ത് വയ്ക്കണം. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പം വീട്ടിൽ വിളിക്കുമ്പോൾ, ഓഫുള്ള ദിവസം വീട്ടിൽ വിളിക്കുമ്പോൾ ചോദിക്കുക എന്താ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ക്ലീൻ ചെയ്യുമോയെന്ന്. അപ്പോൾ ഇതിന് മാത്രം എന്താ ക്ലീൻ ചെയ്യാനുള്ളതെന്ന് അവർ ചോദിക്കുന്നത്. ഞാനിത് ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. അപ്പം 2 ദിവസം ചിലപ്പോൾ അധികം വലിയ വൃത്തിയാക്കാതൊന്നുമില്ല, നോർമലി അങ്ങ് പോകും. 3-ാം ദിവസം അല്ലെങ്കിൽ എനിക്ക് ഓഫുള്ളിട്ട് ഒരു ടൈം കിട്ടുന്ന സമയം ഞാൻ എന്ത് ചെയ്യുന്നു, അത് ഒന്നേന്നേ ക്ലീൻ ചെയ്യും. ഒന്നേന്നേ ക്ലീൻ ചെയ്ത് വെച്ചാൽ കംപ്ലീറ്റ് അടിച്ച് വരെ തുടയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതേപോലെ ഈ വള മാലയൊക്കെ മേടിക്കുന്ന സാധനങ്ങൾ എനിക്ക് ഇഷ്ടമാണ്, അത് ഓരോന്നും അറേഞ്ച് ചെയ്ത് അതിൻ്റേതായ സ്ഥാനത്ത് വെക്കാൻ. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം അതായിരിക്കും. ബൈ.